നിങ്ങൾ ബാലെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴൊന്നുമല്ല. എൻ്റെ കല്യാണം കഴിയണേക്കാളൊക്കെ മുന്നേ ഞങ്ങൾ പൂരത്തിന് വരും. രാത്രിയിൽ ബാല കാണാൻ പോണത് ഭയങ്കര നൊസ്റ്റുമായിരുന്നു. നമ്മുടെ സാധാ പോലത്തെ നാടകമല്ല ബാലെ. പഴയകാല കഥകൾ പറയുന്ന നാടകങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് ആയാലും ഡ്രസ്സായാലും മേക്കപ്പ് ആയാലും ഓർണമെൻറ്റ്സ് ആയാലും എല്ലാം പഴയ കാലത്ത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ബാലെ എപ്പോഴും വരില്ല. ഇപ്രാവശ്യം പൂരത്തിന് ബാലെ എന്ന് പറഞ്ഞു ഞാൻ ഉടനടി പിള്ളേരും കെട്ടിപ്പൂട്ടി എൻ്റെ വീട്ടിൽ പുറപ്പെട്ടു. കാരണം ഞാൻ ബാല കണ്ടിട്ട് കുറേ നാളായി. ഒരു 12 കൊല്ലത്തിൻ്റെ മേലെങ്കിലും ആയി കാണണം. സോ ബാല കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. ബാല എന്തായാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ബാലയിലുള്ള ആളുകൾ ചില സമയത്ത് സ്റ്റേജിൻ്റെ പുറത്ത് വന്നിട്ടൊക്കെ കളിച്ചിരുന്നു. ഒരു പ്രാവശ്യം എൻ്റെ മേലേക്കാണ് തല്ലി വീഴാൻ വന്നത്. ഞാൻ പേടിച്ച്. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്കതിൽ ആകെ കൂടെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരൊറ്റ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 20 വയസ്സ് പോലും തികയാത്ത തമ്പുരാട്ടി എന്തിനാണ് നിങ്ങൾ കല്യാണം കഴിക്കണേന്ന് ചോദിക്കുന്നൊരു ഡയലോഗ് ഉണ്ടായില്ല. എന്നിട്ട് ഈ 20 വയസ്സ് പോലും തികയാത്ത തമ്പുരാട്ടീനെ കണ്ടപ്പോൾ മുതുക്കത്തിയായിരുന്നു. കുഴിക്കാല് നീട്ടി കിടക്കുന്ന ഒരു പ്രായത്തിലുള്ള ഒരാൾ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ നാടകത്തിനൊക്കെ ഇപ്പോഴത്തെ പിള്ളേരങ്ങനെ പോകാറില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങോട്ട് വിചാരിച്ച് സമാധാനിച്ചു. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ പറയണേ. നിങ്ങൾ ബാല കണ്ട എക്സ്പീരിയൻസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ഓക്കെ, ബൈ.